കലാഭവൻ മണിയുടെ കൂടെ ഒരിക്കലും ഒരു നടി അഭിനയിക്കാൻ വിസമ്മതിച്ചു എന്നും അത് ദിവ്യോണിയാണെന്ന തരത്തിലൊക്കെ കുറേ വാർത്തകളൊക്കെ നമ്മൾ കുറേ കാലമായിട്ട് കേൾക്കുന്നതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ സംവിധായകൻ വിനയൻ അതിനൊരു ക്ലാരിഫിക്കേഷനായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ആ ഒരു സിനിമയെക്കുറിച്ചും അന്നത്തെ ചില ഇൻസിഡൻസിനെ കുറിച്ചൊക്കെയാണ് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ശിപ്പായി ലഹള, മിസ്റ്റർ ക്ലീൻ, ഈ രണ്ട് സിനിമകളോടുകൂടിയാണ് സംവിധായകൻ വിനയൻ അത്യാവശ്യം ഹിറ്റുകളൊക്കെ ഉള്ള അല്ലെങ്കിൽ ഒരു മുൻനിരയിലുള്ള ഒരു സംവിധായകൻ അത് ശ്രദ്ധിക്കപ്പെട്ട് തുടങ്ങിയത്. ഇതിനുശേഷം അദ്ദേഹം ചെയ്ത സിനിമയാണ് കല്യാണ സൗഗന്ധികം. അപ്പോൾ ഈ ഒരു സിനിമയിൽ അന്ന് നായകനായിട്ട് ദിലീപ് വരുന്നു. അപ്പോൾ ദിലീപ് അന്ന് സല്ലാപമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നൊരു സമയമാണ്. പക്ഷേ ദിലീപിൻ്റെ ഒരു സോളോ ഹീറോ ആയിട്ട്, അതായത് അതിന് സല്ലാപത്തിൽ മനോജ് കെ ജയനുണ്ട്, അതിനുശേഷം ദിലീപ് തൂവൽ കൊട്ടാരം കുറച്ച് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ദിലീപിൻ്റെ ഒരു സോളോ ഹീറോ എന്ന് തന്നെ പറയാം. ദിലീപാണ് എൻ്റെ സെൻട്രൽ ക്യാരക്ടർ. അങ്ങനെയാണ് കല്യാണ സൗഗന്ധികം എന്ന് പറയുന്ന ഒരു സിനിമ സംഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു സിനിമ വിനയൻ്റെ അതുവരെയുള്ള വിനയൻ ചെയ്ത സിനിമകളിൽ നിന്ന് കുറച്ച് അധികം ആർട്ടിസ്റ്റുകളുള്ള സിനിമയാണ്. നമുക്കറിയാം ജഗദീഷ് അന്ന് വളരെയധികം താരമൂല്യമുള്ള സമയമാണ്. ജഗദീഷ്, ജഗതി, ക്യാപ്റ്റൻ രാജു, സൈനുദ്ദീൻ, ഹരിശ്രേഷ് ശോകൻ, എനിക്കൊന്ന് ഒരുപാട് പേരുണ്ട്. പിന്നെ കലാഭവൻ മണി, സല്ലാപം കഴിഞ്ഞിട്ട് കലാഭവൻ മണി ദിലീപിൻ്റെ കൂടെ അഭിനയിക്കുന്നു. അതിന് മുമ്പും ഇവർ അഭിനയിച്ചിട്ടുണ്ട്. എനിക്കൊണ്ട് പടനായകൻ എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ കലാഭവൻ മണി ഉണ്ടെന്ന് തോന്നുന്നു. പടനായകനൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന കല്യാണ സൗഗന്ധികം വരുന്നത്. അപ്പോൾ കല്യാണ സൗഗന്ധികത്തിൻ്റെ സമയത്ത് കലാഭവൻ മണിയോടൊപ്പം അന്ന് കലാഭവൻ മണിയുടെ കൂടെ അഭിനയിക്കാൻ ദിവ്യോണി വിസമ്മതിച്ചതാണ്. പിന്നെ അങ്ങനെ അതായത് പല രീതിയിലാണ് കഥകൾ നമ്മൾ ഇത്ര കാലം കേട്ടത്. കാരണം കലാഭവൻ മണി ഒരിക്കലും അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, ആ ഒരു സിനിമയിൽ മുറച്ചെറുക്കനായിട്ട്, അതായത് ദിവ്യോണിയാണ് നായിക, ദിവ്യോണിയുടെ മുറച്ചെറുക്കനായിട്ട് കലാഭവൻ മണി അഭിനയിക്കുന്നു. അപ്പോൾ ദിവ്യോണി എന്തോ കലാഭവൻ മണിയോട് അഭിനയിക്കാൻ ഇതാണോ എൻ്റെ മുറച്ചെറുക്കൻ എന്നൊക്കെ ചോദിച്ച് ഒരു തമാശ രൂപേണയാണ് കലാഭവൻ മണി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്. പിന്നീട് നമ്മൾ ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന് പറയുന്ന കലാഭവൻ മണിയുടെ ജീവിതത്തെ ആസ്പദമാക്കി വിനയൻ സംവിധാനം ചെയ്ത സിനിമയിലും വിനയൻ ഈ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് പരാമർശിച്ച് പോയിട്ടുണ്ട്. അതിലൊരു ഹണി റോസിൻ്റെ ഒരു ക്യാരക്ടറൊക്കെ കാണിച്ചിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് അത് കല്യാണ സൗഗന്ധികം സിനിമയാണ്, അത് ദിവ്യോണിയാണ് എന്ന രീതിയിലായിരുന്നു ഇത്ര കാലം പറഞ്ഞിരുന്നത്. പക്ഷേ വിനയൻ തന്നെ ക്ലാരിഫിക്കേഷൻ വന്നു, അത് ദിവ്യോണി അല്ല, പിന്നെ അത് കല്യാണ സൗഗന്ധികം സിനിമയുമല്ല, അത് ശരിക്കും വാസന്തി ലക്ഷ്മി പിന്നെ ഞാനും എന്ന് പറയുന്ന സിനിമയാണ്. അത് നമുക്കറിയാം കല്യാണ സൗഗന്ധികത്തിൻ്റെ സമയത്താണ് കലാഭവൻ മണീനെ ഒരു അന്ധനായിട്ട് അഭിനയിക്കുന്നതും അത് അന്ധനെ അനുകരിച്ച് കാണിക്കുന്നതൊക്കെ കണ്ടിട്ടാണ് വിനയൻ്റെ മനസ്സിൽ ഈ ഒരു കൺസെപ്റ്റ് വന്നത്. പിന്നീട് മണീനെ നായകനാക്കിയിട്ടാണ് ആ സിനിമ ചെയ്തത്. അതിലാണ് കലാഭവൻ മണിയുടെ കൂടെ അഭിനയിക്കാൻ. അതിൽ നമുക്കറിയാം കാവേരി ഉണ്ട്, പ്രവീണയുണ്ട്. പ്രവീണയാണ് അതിൽ അനീതിയുടെ ക്യാരക്ടർ, കലാഭവൻ മണിയുടെ പേരായിട്ട് കാവേരിയാണ്. അപ്പോൾ ഇതിൽ ഏതോ ഒരു റോളിലൊക്കെ ആയിരിക്കാം, ചിലപ്പോൾ ഇതിൽ പ്രവീണയുടെ അനീതിയായിട്ടോ അല്ലെങ്കിൽ മിക്കവാറും കാവേരി റോളൊക്കെ ആയിരിക്കും. ഇതിലേക്കാണെന്ന് ഒരു നടീനെ, അന്നത്തെ ഒരു പ്രമുഖ നായിക നടീനെ അന്വേഷിച്ചത്. അവരോട് സംസാരിച്ചപ്പോൾ കലാഭവൻ മണിയോട് കൂടെ നായികയായിട്ട് അഭിനയിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ആ നടി പിന്മാറി. പക്ഷെ ആ നടി ആരാണെന്ന് ഒരിക്കലും വിനയൻ എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും ദിവ്യോണി ഒരുപാട് വർഷങ്ങളായിട്ട് ദിവ്യോണി അതിനെ എന്താ പറയുക കുറേ ചീത്തവിളി കേൾക്കുന്നതാണ് സോഷ്യൽ മീഡിയയുടെയും അല്ലാതെയൊക്കെ. ദിവ്യോണിയോട് ഏത് ഇൻ്റർവ്യൂ വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ കലാഭവൻ മണിയെക്കുറിച്ച് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കമൻറ്റുകളൊക്കെ വരുന്നതാണ്. എന്തായാലും അത് ദിവ്യോണി അല്ല എന്നുള്ളത് വിനയൻ തന്നെ ക്ലാരിഫൈ ചെയ്തിരിക്കുന്നതാണ്. മറ്റ് ആ നടി ഏതാണെന്നുള്ളത് നമുക്കറിയില്ല. പല പേരുകൾ കേൾക്കുന്നുണ്ട്, നമുക്കതൊരു ഉറപ്പില്ലാത്തതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും നമ്മൾ ബാക്ക് ടു കല്യാണ സൗഗന്ധികത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വിനയൻ്റെ അതുവരെയുള്ള എല്ലാ ഹിറ്റുകളും, അതുവരെയുള്ള എല്ലാ സിനിമകളൊന്നും മാറി ഒരു സൂപ്പർ ഹിറ്റായ ഒരു സിനിമയാണ്. ദിലീപിനും ഒരു സോളോ ഹീറോ എന്ന രീതിയിൽ വളരെയധികം താരമൂല്യം ദിലീപിൻ്റെ ഉയർന്നു വന്നൊരു സിനിമയാണ്. ആ ഒരു സിനിമയിൽ ശരിക്കും ദിവ്യോണി ആദ്യമായിട്ട് വിനയൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ വിനയൻ്റെ തന്നെ ഒരു ഫാമിലി ഫ്രണ്ടാണ് ദിവ്യോണി. അപ്പോൾ വിനയൻ പറഞ്ഞിരുന്നത് അതിലാദ്യം ഡിസ്ട്രിബ്യൂട്ടർ സെൻട്രൽ പിക്ചേഴ്സ് അവർ പറഞ്ഞിരുന്നത് മോഹിനി മതി. കാരണം അതിന് മുമ്പ് ദിലീപിൻ്റെ സിനിമകളിലൊക്കെ മോഹിനി അഭിനയിച്ചിട്ടുണ്ട്. മോഹിനി അത്യാവശ്യം എസ്റ്റാബ്ലിഷ്ഡ് ആക്ട്രസ്സാണ്. മോഹിനി മതി എന്ന് പറഞ്ഞിട്ടും വിനയൻ്റെ തന്നെ ഒരു വാശിയായിരുന്നു, വേണ്ട പുതിയ നടി ഞാൻ തന്നെ വാക്ക് കൊടുത്തണം അവരെ കൊണ്ടുവന്നിട്ടാണ് ദിവ്യോനിനെ കൊണ്ടുവന്നതും ദിവ്യോനി അതോടുകൂടി തിരക്കുള്ള നായിക നടിയായിട്ട് മാറി. ഈ ഒരു സിനിമയിൽ ശരിക്കും ഉർവശിയുടെ അനിയനാണ് അതിൽ, കമൽ റോയ് എന്ന് പറയുന്ന നടനാണ് അതിൽ വില്ലനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. എത്ര പേർക്ക് അറിയാമെന്നറിയില്ല. അദ്ദേഹം കുറച്ച് സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് അദ്ദേഹം തന്നെയാണ് യുവജനോത്സവം. 2 അനിയന്മാരാണ് ഉർവശിക്ക്. അതിലൊരു അനിയനാണ് ലയനം എന്ന് പറയുന്ന ഒരു തുളസിദാസിൻ്റെ സിനിമയിൽ സിൽക്ക് സ്മിതയുടെയൊക്കെ നായകനായിട്ട് അഭിനയിച്ചത്. അദ്ദേഹമാണ് പിന്നീട് മരണപ്പെട്ടു പോയത്. അപ്പോൾ യുവജനോത്സവത്തിൽ അഭിനയിച്ച കമൽ റോയ് തന്നെയാണ് ഈ പറയുന്ന കല്യാണ സൗഗന്ധികത്തിൽ അഭിനയിച്ചിട്ടുള്ളത്. ഇതിൽ ജഗദീഷ് ശ്രീകുമാർ ഉണ്ട്. ജഗദീഷ് ശ്രീകുമാർ ആ സിനിമ കണ്ടവർക്കറിയാം, അദ്ദേഹമല്ല ഡബ് ചെയ്തിരിക്കുന്നത്, ഒരു മ്യൂസിക് ആർട്ടിസ്റ്റാണ്. എനിക്ക് തോന്നുന്നു രമേശ് കുർമശ്ശേരിയാണ് അതിൽ ജഗദീഷ് ശ്രീകുമാറിനെ ഡബ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു ഭയങ്കര സൂപ്പർ ഹിറ്റായിട്ട് ഇതേപോലെ ഒരു ഒക്ടോബറിലാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. ഒക്ടോബറിലോ സെപ്റ്റംബറിലോ ആണ് ആ സിനിമ റിലീസായത്. അത് 96-ലാണ്, 29 വർഷം കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് പിന്നെ വിനയൻ ഒരുപാട് സിനിമകൾ ദിലീപിന് വെച്ചും പിന്നെ കുറേ സിനിമകൾ നമുക്ക് വെച്ചൊക്കെ സിനിമ നമുക്കറിയാം. അവിടെ നിന്ന് അങ്ങോട്ടാണ് വിനയൻ്റെ ഒരു കാലം തന്നെ തുടങ്ങിയത്.
വാസന്തി ലക്ഷ്മിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ സിനിമ അന്ന് വളരെ ചുരുങ്ങിയ ബഡ്ജറ്റിൽ 45 ലക്ഷം രൂപയ്ക്ക് തീർത്തിട്ട് അതിൻ്റെ പത്തരട്ടിയോളം കളക്ഷൻ, എനിക്ക് തോന്നുന്നു 3.5 കോടിയോളം ലാഭം കിട്ടിയ ഒരു സിനിമയാണ് ഈ പറയുന്ന വാസന്തി ലക്ഷ്മി. അത് പിന്നീട് കുറേ ഭാഷകളിലേക്കൊക്കെ ഡബൊക്കെ ചെയ്തത് നമുക്കറിയാം. അപ്പം എന്തായാലും ഈ പറഞ്ഞ കല്യാണ സൗഗന്ധിയും വാസന്തി ലക്ഷ്മിയെ കുറിച്ചൊക്കെ ചർച്ചകളൊക്കെ എപ്പോഴും വരുന്നതാണ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ദിവ്യൗണ്ണി അല്ല എന്നുള്ളത് എന്തായാലും എല്ലാവർക്കും മനസ്സിലായി. ഇനി അത് ആരാണ് ആ നടി എന്നുള്ളത് നിങ്ങൾക്കറിയുമെങ്കിൽ നിങ്ങളത് നമ്മളോട് ഷെയർ ചെയ്യാം.